എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണം സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് ആവശ്യമായ സാമ്പാർ പൊടി തയ്യാറാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം നമുക്ക് പച്ചമല്ലി 2 കപ്പ് എടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് 20 എണ്ണം എടുക്കാം. 10 എണ്ണം എരിവുള്ളതും 10 എണ്ണം കാശ്മീരി വറ്റൽമുളകും. ഇനി വേണ്ടത് കടലപ്പരിപ്പ് നമുക്ക് 1 കപ്പ് എടുക്കാം. അതിനുശേഷം കായം 4 ചെറിയ കഷ്ണം കായം എടുത്തു. ഉണക്കലരി 2 ടേബിൾ സ്പൂൺ, ഉഴുന്ന് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമുക്ക് കായം നല്ല ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്കിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ വറുത്തെടുക്കാം. അതിനുശേഷം ഉണക്കലരി അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. അതിനുശേഷം കടലപ്പരിപ്പും അതുപോലെ ചെയ്യാം. ഈ പാകത്തിലെടുക്കാം. ഇനി ഉഴുന്നും നമുക്ക് അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി വേണ്ടത് ഉലുവ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് വറ്റൽമുളക് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം പച്ചമല്ലി ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ഇനി കറിവേപ്പില നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. ഇനി 1 ടീസ്പൂണ് ഉപ്പ്, അതും ഒന്ന് ചൂടാക്കിയെടുക്കാം. പച്ചമല്ലി പാകത്തിനായി അങ്ങനെ എല്ലാം തന്നെ ഇതുപോലെ നമ്മൾ മൂപ്പിച്ചെടുത്തു. മുളകിൻ്റെ നെറ്റിയെല്ലാം കളഞ്ഞെടുത്തു. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാൻ പറ്റി. ഇന്നത്തെ ഈ റെസിപ്പിയോട് കൂടി നമ്മുടെ സ്പെഷ്യൽ ഓണം സീരീസ് രുചിക്കൂട്ടുകൾ തുടങ്ങുകയാണ്. എല്ലാവരും ഉറപ്പായിട്ടും കാണണം. അങ്ങനെ നമ്മുടെ ഓണാഘോഷം തുടങ്ങിയാലോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.